ഹായ്, ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്ന വിധാട്ടം ഒന്ന് കാണിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു A4 ഷീറ്റും സോപ്പും മാത്രം മതി കേട്ടോ നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ. ഞാനിവിടെ വിവലിൻ്റെ സോപ്പാണ് എടുക്കുന്നത്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിവിടെ വാങ്ങിക്കാറും ഇത് തന്നെയാണ്. അപ്പം വിവലിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് സോപ്പും എടുക്കാം കേട്ടോ. വിവലിൻ്റെ സോപ്പ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കയ്യിൽ ഏതാണോ ഉള്ളത് ആ സോപ്പ് എടുക്കാം കേട്ടോ. സോപ്പ് ഞാനെടുത്ത് ചെറുങ്ങനെ ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ, ഓവറായിട്ടല്ല, ചെറിയ രീതിക്കൊന്ന് നനച്ചിട്ടുണ്ട്. എന്നിട്ട് A4 ഷീറ്റിൽ നന്നായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് ഒരതി കൊടുക്കുക നന്നായിട്ട്. ഫോൺ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ശരിയായിട്ട് അങ്ങോട്ട് ഒരതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മോനെ വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 കൈ വെച്ചിട്ട് ഒരു കൈ പേപ്പർ കൊണ്ട് പിടിക്കണം. എന്നിട്ട് നന്നായിട്ട് ഒരതി കൊടുക്കുക കേട്ടോ. A4 ഷീറ്റിൽ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നന്നായിട്ട് ഒരതുക. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അത് ഇത്തിരി A4 ഷീറ്റിലായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് ഉണങ്ങിക്കോളും. ഒരു ഭാഗം പോലും ആവാതിരിക്കരുത് കേട്ടോ. എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ഒരതി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അത്യാവശ്യം എത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ച് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒരതി കൊടുക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ദൂരേക്കൊക്കെ യാത്ര പോകുന്നവർക്ക് ഇങ്ങനെ ആക്കിയിട്ട് പിടിച്ചാൽ മതി. ഉണങ്ങാനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഒരു ഭാഗം ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭാഗം ഞാൻ ചെയ്യാൻ പോവുകയാണ്. 2 ഭാഗത്തും നന്നായിട്ട് സോപ്പ് കൊണ്ട് വരുതണം കേട്ടോ. എന്നാലേ നമുക്ക് പേപ്പർ സോപ്പ് ആയി വരുമ്പം നല്ലോണം പതയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയുള്ള പേപ്പർ സോപ്പുകൾ നമുക്ക് ഒരുപാട് ഉപയോഗമാണല്ലേ. സ്ഥലവും ലാഭിക്കാം, പിന്നെ വെയിറ്റും ഇല്ല, പിന്നെ നമുക്ക് ഉപയോഗിക്കാനും സുഖമാണ്. അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. മക്കൾക്ക് സോപ്പൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നന്നായിട്ട് സോപ്പ് വെള്ളത്തിലിട്ട് അലിച്ച് ആ സോപ്പ് തീർക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനും എളുപ്പമാണ്, എടുത്ത് കൊടുക്കാനും. നമുക്ക് സോപ്പ് അങ്ങനെ അലിഞ്ഞു പോവുകയില്ല. അവർക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പേപ്പർ സോപ്പ് എടുത്ത് കൊടുത്താലും മതി. ഇവിടെ ഞാൻ നന്നായിട്ട് ഒരതി കൊടുക്കുക തന്നെയാണ് കേട്ടോ. നല്ലോണം എല്ലാ ഭാഗത്തും എത്തണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച മാതിരിയുള്ള റിസൾട്ട്. ജസ്റ്റ് ഒന്ന് ഉണക്കാൻ പോവാം കേട്ടോ. ഉണക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച മാതിരി 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും എടുത്ത് ഉണക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 3 മിനിറ്റ് എടുത്ത് ഉണക്കിയാൽ മതി. ചെറിയ രീതിക്കൊന്ന് ഉണങ്ങി കിട്ടാനാട്ടോ. ഒരു 3 മിനിറ്റ് തന്നെ ധാരാളമാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് 2 നീറൻകുട്ടന്മാരെ കണ്ടത്. അപ്പം ഞാൻ അവരെങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഒരു കുടുംബമാണെന്ന് തോന്നുന്നു. അങ്ങനെ വരിക്കങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ സോപ്പ് ഉണക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് മതി. അങ്ങനെ ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പേപ്പർ. അപ്പം ഇനി കട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഓരോരോ മടക്ക് ഇടുകയാണ് കട്ട് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്കിത് ഏത് ഷേപ്പ് വേണേലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിഷ്ടമാണ്. ചെറുതാക്കേണ്ടവർക്ക് ചെറുതാക്കാം, വലുതാക്കേണ്ടവർക്ക് വലുതാക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതേ ഒരു രീതിയിലാണ് ഞാൻ മടക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പേപ്പർ സോപ്പാട്ടോ ഞാൻ കാണിച്ചിരുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കുറേ സമയവും കാര്യങ്ങളൊന്നും വേണ്ട, വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയാണ് ഇത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. പെട്ടെന്ന് നമുക്ക് തീരെ സമയം ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാട്ടോ. പുറത്ത് നമ്മൾ പോയിട്ട് കടകളിൽ ചോദിക്കുന്ന നേരം അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പർ സോപ്പിന്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാനുള്ളൊരു മനസ്സും കൂടെ നമുക്ക് വേണമെന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കുക. കണ്ടില്ലേ, ഞാൻ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടാൻ പോവാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, അത് ഓരോരുത്തരും ഇഷ്ടമാണ്, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. കുറച്ചും കൂടി എളുപ്പം ഈ രീതിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്.
ഞാൻ അത്യാവശ്യം വലിയ രീതിക്ക് തന്നെയാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പം എനിക്ക് അത്ര കൊണ്ട് കുഞ്ഞി ആക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിയ രീതിക്ക് തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ, ലവ് ഷേപ്പ്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ മാത്രമാണ്, എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. അങ്ങനെ ചെറിയ രീതിക്കൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ചെറിയ ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ആ വെട്ടിയത് കുഴപ്പമില്ല എന്ന് കണ്ടപ്പം ഒന്നും കൂടെ ചെയ്യാൻ തോന്നി. അങ്ങനെ ഒന്നും കൂടെ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മളിഷ്ടമാണ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ പേപ്പർ സോപ്പ് വെട്ടിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഷേപ്പിലൊന്നും വലിയ കാര്യമില്ല, നമുക്ക് ഉപയോഗിക്കാൻ ഏത് ഷേപ്പായാലും മതി. പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു രസം, കാണുമ്പോൾ ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ ഷേപ്പിൽ വെട്ടിയെടുക്കുന്നത്. അങ്ങനെ നമ്മളെ പേപ്പർ സോപ്പ് നമ്മളെ കൈമേലിട്ട് പതപ്പിക്കാൻ പോവുകയാണ്. അപ്പം എത്രത്തോളം അത് സക്സസ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പം അതിന് നമ്മൾ 3 കഷ്ണം പേപ്പർ സോപ്പ് എടുത്തിട്ടുണ്ട്. കയ്യിൽ ഞാൻ 3 കഷ്ണം പേപ്പർ സോപ്പാട്ടോ എടുത്തത്. അതിൻ്റെ ആവശ്യമുള്ളൂ, അത് മതി. എന്നിട്ട് വെള്ളം നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ പൈപ്പിലൊക്കെ ആണെങ്കിൽ വെള്ളം നന്നായിട്ട് കയ്യിലെടുത്തുങ്ങാണ്ട് ആക്കിയാലും മതി. എന്നിട്ട് നന്നായിട്ട് ഉരതി കൊടുക്കുക കേട്ടോ. കൈ 2 ഭാഗം വെച്ച് നന്നായി ഉരതി കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ലോണം പതയുന്നുണ്ടല്ലേ, പേപ്പർ സോപ്പ് നല്ലോണം പതയുന്നുണ്ട്. ഇത്ര ആവശ്യമുള്ളൂ. ഇതിനാണ് നമ്മൾ സോപ്പും ഹാൻഡ് വാഷും കുറേ എടുത്തിട്ടൊക്കെ നമ്മൾ പതപ്പിക്കും കയ്യിലിട്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഈ ഒരു 3 കടലാസ് തുണ്ടിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ശരിക്കും. നന്നായിട്ട് പതയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നമുക്ക് ഈസിയാണ് ചെയ്തെടുക്കാനും. പിന്നെ മോള് വന്നിട്ട് മോക്കും ചെയ്യണമെന്ന് പറഞ്ഞാണ്, അങ്ങനെ ഓളും ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കയ്യിലിട്ട് പതപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കുമ്പോൾ തന്നെ നല്ല പത വരും കേട്ടോ, നല്ലോണം പതയും. അത്രയും നല്ലതാണ് കേട്ടോ ഈ പേപ്പർ സോപ്പ് എന്ന് പറയുന്നത്. അധികം നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, വേഗം തന്നെ ചെയ്തെടുക്കാനും പറ്റും. നമുക്കിത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. അവൾ ഇത്തിരി കൂടെ വെള്ളമൊക്കെ ആക്കി നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വിവൽ സോപ്പ് വെച്ചിട്ടാട്ടോ ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ഫേവറേറ്റ് ഏതാണോ ആ സോപ്പ് എടുക്കാം. ഇത് കണ്ടില്ലേ, നമുക്ക് എത്രയോ ലാഭമാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. കാരണം ഒരു സോപ്പൊക്കെ ആകുമ്പം അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് ആകുമ്പോൾ മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അത് വേഗം തീരും അല്ലേ, ഒരു പ്രയാസമില്ല തീരാൻ. ഇതൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു 2-3 എണ്ണം അവരെ കൈമേൽ എടുത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് പേപ്പർ സോപ്പ് വെള്ളവും പൊടിയും ഒന്നും ആവാത്ത വിധം ഒരു പാത്രത്തിലേക്ക് ഇട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പം അത് പൊടികളും കാര്യങ്ങളൊന്നും കയറരുത് അതിലേക്ക്. അപ്പം വെള്ളം ആവരുത്, വെള്ളമായ അലിഞ്ഞു പോവും, പേപ്പറാണ്. അപ്പോൾ നമ്മൾ അതൊന്നും വരാത്ത വിധം ഒരു പാത്രത്തിലേക്ക് നമ്മളിട്ട് സേഫായിട്ട് വെക്കുക. അപ്പം പേപ്പർ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.